ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഒക്ടോബർ 8, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്ന് ഒക്ടോബർ 8 എയർഫോഴ്സ് ഡേ ആണ്. 1932 എയർഫോഴ്സ് ഫോർമലി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഒക്ടോബർ 8 ഡൽഹിക്കടുത്തുള്ള ഹിൻഡൻ എയർഫോഴ്സിൽ വെച്ച് എയർഫോഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യണൊപ്പം തന്നെ ഇന്ന് എല്ലാ എയർഫോഴ്സിൻ്റെ സ്റ്റേഷൻസും ഹെഡ്ക്വാർട്ടേഴ്സിലും യൂണിറ്റിലും എയർഫോഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഇന്ന് ഒക്ടോബർ 8 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ് 2025 അവാർഡഡ് ടു ക്ലാർക്ക് ഡെവോററ്റ് ആൻഡ് മാർട്ടിനിസ്. 2025 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ക്ലാർക്ക്, ഡെവോററ്റ്, മാർട്ടിനസ് എന്നിവർക്ക് ലഭിച്ചു. ഈ പ്രാവശ്യം ഫിസിക്സ് അതിന് 3 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഇന്നലെയും മെഡിസിൻ ആയിട്ട് ബന്ധപ്പെട്ട് 3 പേർക്കാണ് ലഭിച്ചത്. ഫിസിക്സിൽ ക്ലാർക്ക്, ഡെവോററ്റ് ആൻഡ് മാർട്ടിനിസ് ഈ 3 പേർക്കാണ് ഈ പ്രാവശ്യത്തെ ഫിസിക്സിലുള്ള നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 നോബൽ പ്രൈസ് ആണ് ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോററ്റ് ആൻഡ് ജോൺ മാർട്ടിനസിന് ലഭിച്ചിട്ടുള്ളത്. 3 പേരും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നിന്നുള്ളവരാണ്. ഇവരുടെ പ്രധാനമായിട്ടുള്ള കണ്ടുപിടുത്തം എന്ന് പറയുമ്പോൾ മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുന്ന ആ ഒരു കണ്ടുപിടുത്തത്തിലേക്കാണ്. അതായത് വരാൻ പോകുന്ന ഡിജിറ്റൽ യുഗം ഒന്നുകൂടി പവർഫുൾ ലെവലിലേക്ക് ആകുന്ന ഒന്നാണ് ക്വാണ്ടം തിയറി. മൈക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് എന്ന ആ റിസർച്ചിലേക്കാണ് ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോററ്റ് ആൻഡ് ജോൺ മാർട്ടിനസിന് 2025 ഫിസിക്സിനുള്ള ആ ഒരു നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസ് ആണ് നോബൽ പ്രൈസ് നൽകുന്നത്. ഒക്ടോബർ 7 നോബൽ പ്രൈസ് ഫിസിക്സിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ പ്രാവശ്യം ലഭിച്ചിട്ടുള്ള വ്യക്തികളാണ് ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോററ്റ് ആൻഡ് ജോൺ മാർട്ടിനസ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: DRDO ആൻഡ് ട്രൈ സർവീസസ് അൺവീൽ IRSA 1.0 ടു സ്റ്റാൻഡർഡൈസ് മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ. സൈനിക ആശയവിനിമയം മാനദണ്ഡമാക്കുന്നതിനായി DRDOയും ട്രൈ സർവീസും ചേർന്ന് IRSA 1.0 പുറത്തിറക്കി. ഇത് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ഡിഫൻസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിലീസ് ആണ്. ഒരു പുതിയ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റേഡിയോ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ IRSA, ഇന്ത്യൻ റേഡിയോ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ IRSA സ്റ്റാൻഡേർഡ് 1.0 പുറത്തിറക്കിയിട്ടുള്ളത്. ഇത് ഡിഫൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് DRDO പുറത്തിറക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ സോഫ്റ്റ്വെയർ പുറത്തിറക്കുന്നതിന് വേണ്ടി ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫും ട്രൈ സർവീസ് ആയിട്ടുള്ള കൊളാബറേഷനിലാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത്. കാരണം ഇത് ഡിഫൻസിന് വേണ്ടിയുള്ള ഒന്നാണ്. ട്രൈ സർവീസസ്, അതായത് 3 സർവീസിലും ഒരേപോലെ തന്നെ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഒന്നുകൂടി പെർഫെക്റ്റ് ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് IRSA, അതായത് ഇന്ത്യൻ റേഡിയോ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ടു ഇനേബിൾ ദി ഇന്റർഓപ്പറബിലിറ്റി ഇൻ മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ. മിലിറ്ററി കമ്മ്യൂണിക്കേഷനെ ഒന്നുകൂടി സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള, പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത് IRSA, അതായത് ഇന്ത്യൻ റേഡിയോ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: പ്രൈം മിനിസ്റ്റർ എക്സ്പ്രസ്സസ് ഗ്രാറ്റിറ്റ്യൂഡ് ടു പീപ്പിൾ ആസ് ഹി എൻഡേഴ്സ് 25th ഇയർ. 25ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനമന്ത്രി ജനങ്ങളോട് നന്ദി പറഞ്ഞു. 25th ഇയർ ആണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആസ് എ ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് ആയിട്ട് ഇപ്പോൾ കടന്നിരിക്കുന്നത്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 24 വർഷം ആസ് എ ഹെഡ് എന്ന ലെവലിൽ പൂർത്തിയാക്കി. ഒക്ടോബർ 7 അതായത് ഇന്നലെ 25ാമത്തെ വർഷത്തിലേക്കാണ് ആസ് എ ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് എന്ന ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. 2001 ഒക്ടോബർ 7 ഗുജറാത്തിന്റെ ചീഫ് മിനിസ്റ്റർ എന്ന ലെവലിൽ അദ്ദേഹം വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് 2014 മെയ് 26 14ാമത്തെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ആദ്യത്തെ ടേം ആരംഭിച്ചു. 2001 ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഗുജറാത്ത്. അത് കഴിഞ്ഞ് 2014 14th പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിട്ട് അദ്ദേഹം ടേക്ക് ഓവർ ചെയ്തു. ഇന്നലെ ഒക്ടോബർ 7 അദ്ദേഹം 25ാമത്തെ വർഷത്തിലേക്കാണ് കടന്നിട്ടുള്ളത്. 2 ടേം ചീഫ് മിനിസ്റ്ററും ഇതിപ്പോൾ 3ാമത്തെ ടേം ആണ് അദ്ദേഹത്തിൻ്റെ ആസ് ദ പ്രൈം മിനിസ്റ്റർ എന്ന ലെവലിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ജേർണി. അതേ വർഷം തന്നെ, അതായത് 2014 ഓഗസ്റ്റിൽ അദ്ദേഹം ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണ് പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന ഒരു പ്രോഗ്രാം. ഇത് പ്രധാനമായിട്ടും പറയുമ്പോൾ ഫിനാൻഷ്യൽ ബന്ധപ്പെട്ട ഒന്നാണ്. ഓരോ വീട്ടിലും അറ്റ്ലീസ്റ്റ് ഒരു അക്കൗണ്ടെങ്കിലും വേണം എന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശമായിരുന്നു. അതനുസരിച്ചിട്ടുള്ള ഒരു
സ്കീം ആയിരുന്നു പുറത്തിറക്കിയത്. പ്രധാനമന്ത്രി ജൻധൻ യോജന ഓഗസ്റ്റ് 2014 പുറത്തിറക്കിയിട്ടുള്ളത്. 2014 ദ 14th പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ആദ്യത്തെ ടേം ആരംഭിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇത് 3ാമത്തെ ടേം ആണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ 2025. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ്. ലിൻഡോ ചെനമ്പം വിൻസ് ഇന്ത്യസ് ഫസ്റ്റ് എവർ മെഡൽ അറ്റ് ജൂഡോ ജൂനിയർ വേൾഡ് ചാമ്പ്യൻഷിപ്പ്. ജൂഡോ ജൂനിയർ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയ ലിൻഡോ ചെനമ്പം. ഇന്ത്യക്ക് ആദ്യമായിട്ടാണ് ജൂഡോ ജൂനിയർ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ ലഭിക്കുന്നത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യസ് ഫസ്റ്റ് എവർ മെഡൽ ജൂനിയർ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ലഭിച്ചിട്ടുള്ളത് ലിൻഡോ ചെനമ്പത്തിനാണ്. ഈ കഴിഞ്ഞ ഒക്ടോബർ 5 മുതൽ ഒക്ടോബർ 7 വരെയുള്ള മത്സരത്തിലാണ്, അതായത് മത്സരം നടന്നിട്ടുള്ളത് പെറു എന്ന രാജ്യത്ത് ലിമ എന്ന സ്ഥലത്താണ് ജൂഡോ ജൂനിയർ വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുള്ളത്. ഇവിടെ വെച്ചാണ് ലിൻഡോ ചെനമ്പത്തിന് ദ ഫസ്റ്റ് മെഡൽ ലഭിച്ചിട്ടുള്ളത്. ബ്രോൺസ് മെഡൽ ആണ് ലഭിച്ചത്. ഇപ്പോൾ ബ്രോൺസ് മെഡൽ ലഭിച്ച ലിൻഡോ ഇന്ത്യയുടെ ഹിസ്റ്ററി തന്നെ പറയുമ്പോൾ, ചരിത്രത്തിൽ തന്നെ പറയുമ്പോൾ ദ ഫസ്റ്റ് പേഴ്സൺ ആണ് ജൂനിയർ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ ലഭിക്കുന്നത്. ഇത് നെതർലാൻഡിലെ ജോണി ഗെയിലിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബ്രോൺസ് മെഡൽ നേടിയിട്ടുള്ളത്. വുമൻസിന്റെ 63 കിലോഗ്രാം കാറ്റഗറി എന്ന ഇനത്തിലാണ് ലിൻഡോ ചെനമ്പത്തിന് മെഡൽ ലഭിച്ചിട്ടുള്ളത്, ബ്രോൺസ് മെഡൽ ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യസ് ഫസ്റ്റ് എവർ മെഡൽ അറ്റ് ദി ജൂഡോ ജൂനിയർ വേൾഡ് ചാമ്പ്യൻഷിപ്പ് 2025. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ്. WFI സസ്പെൻസ് ഒളിമ്പിക് മെഡലിസ്റ്റ് അമൻ ഷെറാവത്ത്. ഒളിമ്പിക് മെഡൽ ജേതാവ് അമൻ ഷെറാവത്തിനെ WFI സസ്പെൻഡ് ചെയ്തു. ഇതും ഒരു വാർത്തയാണ്, മിക്കവാറും എല്ലാ സ്പോർട്സ് പേജിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അമൻ ഷെറാവത്തിനെ WFI സസ്പെൻഡ് ചെയ്തു. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് അമൻ ഷെറാവത്തിനെ 1 വർഷത്തേക്ക്, അതായത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 23 മുതൽ ആ എഫക്റ്റീവ് ഡേറ്റിൽ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അമൻ ഷെറാവത്ത് കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡൽ നേടിയിട്ടുള്ള താരമാണ്. ഇന്ത്യയുടെ പ്രൊഫഷണൽ റെസ്ലർ ആയിട്ടുള്ള അമൻ ഷെറാവത്ത് എന്തുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? കാരണം എന്ന് പറയുമ്പോൾ എക്സീഡിംഗ് ദി 57 വെയിറ്റ് ലിമിറ്റ്, അദ്ദേഹത്തിന്റെ വെയിറ്റിനേക്കാളും വെയിറ്റ് കൂടിയതിനാണ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് വെയിറ്റ് ലിഫ്റ്റിംഗിൽ ആ ഒരു കോമ്പറ്റീഷനിൽ ഇന്ന വെയിറ്റ് കാറ്റഗറിയിൽ ആ വെയിറ്റിനേക്കാളും കുറച്ചുകൂടി എക്സീഡ് ആയി കഴിഞ്ഞാൽ, അതിലും അമിതമായി കഴിഞ്ഞാൽ സസ്പെൻഡ് ചെയ്യപ്പെടും. തക്കതായ കാരണം കാണിച്ചാൽ അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ആ കാരണം കൃത്യമായിട്ട് അതോറിറ്റിക്ക് ബോധ്യപ്പെട്ടാൽ പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെടും. ഇപ്പോഴും ഇവിടെയും പറയുമ്പോൾ 57 കിലോഗ്രാം വെയിറ്റ് കാറ്റഗറിയേക്കാളും കൂടുതലായി എന്ന കാരണത്താലാണ് അമൻ ഷെറാവത്തിന് 1 ഇയർ സസ്പെൻഷൻ ലഭിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഒരു സസ്പെൻഷൻ ലഭിച്ച വ്യക്തിയാണ് റെസ്ലർ നേഹ സാങ്വാൻ. ഈ കഴിഞ്ഞ അണ്ടർ-20 വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് റെസ്ലർ നേഹ സാങ്വാനെ ഓവർ വെയ്റ്റിന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതും ഈ കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു. 2025 ഓഗസ്റ്റിൽ നടന്നിട്ടുള്ള വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് റെസ്ലർ നേഹ സാങ്വാൻ 600 ഗ്രാം കൂടി എന്ന കാരണത്താലാണ് 2 ഇയേഴ്സ് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അമൻ ഷെറാവത്ത് ആണെങ്കിൽ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 13 മുതൽ 21 വരെ നടന്നിട്ടുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പ് ക്രൊയേഷ്യയിലെ സാഗ്രബിൽ നടന്നിട്ടുള്ള വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആണ് പരാജയപ്പെട്ടിട്ടുള്ളത്. അതായത് വെയിറ്റ് കാറ്റഗറിയിൽ എക്സസ് ആയി കൂടുതലായിട്ട് എന്ന കാരണത്താൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ്. റജോലിന നെയിംസ് മിലിറ്ററി ലീഡർ ആസ് പ്രൈം മിനിസ്റ്റർ ടു റീസ്റ്റോർ ഓർഡർ അമിഡ് യൂത്ത് ലെഡ് അൺട്രസ്റ്റ്. യുവാക്കളുടെ നേതൃത്വത്തിലുള്ള അസ്വസ്ഥതകൾക്കിടയിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രധാനമന്ത്രിയായി സൈനിക നേതാവിനെ റജോലിന നിയമിച്ചു. ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് റജോലിന? എന്തുകൊണ്ടാണ് റജോലിന ഒരു പുതിയ പ്രൈം മിനിസ്റ്ററിനെ, ഒരു മിലിറ്ററി ലീഡറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. മഡഗാസ്കറിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ടാണ് ആർമി ജനറൽ റൂപ്പിൻ ഫോർച്ചുനേറ്റ് സാഫി സാംബോയെ നിയമിച്ചിട്ടുള്ളത്. മഡഗാസ്കറിന്റെ ഇപ്പോഴത്തെ ആർമി ജനറൽ ആണ് റൂഫിൻ ഫോർച്ചുനേറ്റ് സാഫി സാംബോ. ഇദ്ദേഹത്തെയാണ് മഡഗാസ്കറിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. ഈ നിയമിച്ച വ്യക്തിയാണ് മഡഗാസ്കറിന്റെ പ്രസിഡന്റ് ആൻഡ്രി റജോലിന. മഡഗാസ്കറിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് ആൻഡ്രി റജോലിന. പ്രധാനമായിട്ടും പറയുമ്പോൾ ഇന്ന് മഡഗാസ്കറിൽ ഉണ്ടായിട്ടുള്ള ലഹളകളും യുവാക്കളുടെ നേതൃത്വത്തിലുള്ള അസ്വസ്ഥതകൾ കാരണമാണ്. അതിനെ അടിച്ചമർത്താൻ വേണ്ടിയാണ് ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ എന്ന സ്ഥാനത്തേക്ക് ആർമി ജനറൽ റൂഫിൻ ഫോർച്ചുനേറ്റ് സാഫി സാംബോയെ കൊണ്ടുവന്നിട്ടുള്ളത്.
ടു റീസ്റ്റോർ ഓർഡർ ആൻഡ് പബ്ലിക് ട്രസ്റ്റ് ഇൻ മഡ്ഗാസ്കർ എന്ന രീതിയിലുള്ള ഒന്നാണ്. മഡ്ഗാസ്കർ എന്നത് ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ അടുത്തുള്ള ഒരു ദ്വീപാണ്. ഈ രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആണ് ആന്റാനനാരിവോ. ഏതാണ്ട് 3.2 കോടി ജനങ്ങൾ താമസിക്കുന്ന ഒരു ദ്വീപാണ്, ആഫ്രിക്കയുടെ അടുത്തുള്ള ദ്വീപാണ് മഡ്ഗാസ്കർ. മഡ്ഗാസ്കറിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് ആൻഡ്രി റജോലിന. പുതിയ പ്രൈം മിനിസ്റ്റർ ആണ് റോഫിൻ ഫോർട്ടുനേറ്റ് സാഫിസാംബോ. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജേഴ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.